നവകേരള സദസ്സിന് പിന്നാലെ ഇന്ന് ചേർന്ന LDF യോഗം മന്ത്രിസഭാ പുനഃസംഘടനയിൽ തീരുമാനമെടുക്കും. ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തും. ഈ മാസം 29-ന് സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. മന്ത്രിസഭാ രൂപീകരണ സമയത്തുണ്ടായ ധാരണപ്രകാരം ഘടകകക്ഷികളായ 4 MLA-മാരിൽ 2 പേർക്ക് 2.5 വർഷവും മറ്റ് 2 പേർക്ക് 2.5 വർഷവുമാണ് തീരുമാനിച്ചത്. ഇതുപ്രകാരം ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും മാറി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തും. മുൻ ധാരണപ്രകാരമാണെങ്കിൽ നവംബർ അവസാനം പുനഃസംഘടന നടക്കേണ്ടതായിരുന്നു. എന്നാൽ മന്ത്രിസഭയുടെ കേരള പര്യടനം നടക്കുന്നതുകൊണ്ടാണ് പുനഃസംഘടന നീണ്ടുപോയത്. നവകേരള സദസ്സ് അവസാനിച്ച പശ്ചാത്തലത്തിലാണ് പുനഃസംഘടനയിലേക്ക് ഇടതുമുന്നണി കടക്കുന്നത്. ഇന്ന് ചേരുന്ന മുന്നണി യോഗം മന്ത്രിമാരെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. മുന്നണി തീരുമാനം വരുന്നതിന് പിന്നാലെ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെക്കും. ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ ഈ മാസം 29-ന് രാജ്ഭവനിൽ ഒരുക്കുന്ന പ്രത്യേക വേദിയിൽ നടക്കും. ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിച്ചേക്കും. ഇരുവരും ഇതേ വകുപ്പുകൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകുമെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ്. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് RJD നൽകിയ കത്തും യോഗം പരിഗണിക്കും. തങ്ങളാണ് യഥാർത്ഥ JDS എന്ന് കാട്ടി CK നാണു നൽകിയ കത്തും യോഗത്തിൽ വരും. 24 തിരുവനന്തപുരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.